നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ 16-17 വയസ്സുള്ളവർക്ക് വോട്ട് ചെയ്യുവാൻ അനുവാദം നൽകുന്നതിനുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ ആരംഭിച്ചു. വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ സംഭാവനകളിലെ നിയമങ്ങൾ കർശനമാക്കുകയും വിദേശ ഇടപെടലുകൾക്കെതിരെ സംരക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്ന നടപടികളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വോട്ടിംഗ് കൂടുതൽ സൌകര്യപ്രദമാക്കുവാൻ മേയിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലണ്ടിലെ 7 കൌൺസിലുകൾ, ട്രെയിൻ സ്റ്റേഷനുകളും സൂപ്പർ മാർക്കറ്റുകളും പോലെയുള്ള ഇടങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. വോട്ടിംഗ് പ്രായം 16 ആക്കുന്നത് യുവാക്കളെ ജനാധിപത്യത്തിൽ കൂടുതൽ പങ്കാളികളാക്കുവാനും അവരുടെ ശബ്ദം കേൾപ്പിക്കുവാനും സഹായിക്കുമെന്ന് സർക്കാർ വാദിക്കുന്നു. എന്നാൽ 16 വയസ്സുകാർക്ക് വോട്ട് ചെയ്യാൻ മതിയായ ജീവിതാനുഭവമുണ്ടോ എന്ന ചോദ്യം വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സഹ ഉടമയും ബ്രിട്ടന്റെ 7ാമത്തെ സമ്പന്നനുമായ ജിം റാഡ്ക്ലിഫ് നടത്തിയ കുടിയേറ്റ വിരുദ്ധ പരാമർശങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ക്ഷേമനിധി സ്വീകരിക്കുന്നവരെയും കുടിയേറ്റക്കാരെയും റാഡ്ക്ലിഫ് വിമർശിച്ചത്. 2020-ൽ റാഡ്ക്ലിഫ് നികുതിരഹിത മൊണോക്കയിലേക്ക് താമസം മാറ്റിയിരുന്നു. 9 ദശലക്ഷം പേർ ബെനിഫിറ്റ്സിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും വൻതോതിലുള്ള കുടിയേറ്റവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാൻ കഴിയില്ലെന്നും UK കുടിയേറ്റക്കാർ കോളനിവൽക്കരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവനകൾക്കെതിരെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇത് അപമാനകരവും തെറ്റുമാണ്. ബ്രിട്ടൻ അഭിമാനവും സഹിഷ്ണുതയും വൈവിധ്യവുമുള്ള രാജ്യമാണ്. ജിം റാഡ്ക്ലിഫ് മാപ്പ് പറയണമെന്ന് സ്റ്റാമർ എക്സിൽ കുറിച്ചു. കത്തിയുമായി പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് നിർബന്ധിത പിന്തുണാ സഹായ പദ്ധതി നടപ്പാക്കുമെന്ന് ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി പ്രഖ്യാപിച്ചു. കിങ്സ്ബറി ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തെ തുടർന്നാണ് ഉപപ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉൾപ്പെടെ കത്തിയുമായി പിടിക്കപ്പെടുന്ന ഓരോ കുട്ടിക്കും അധികാരികൾ നിർബന്ധിതവും പ്രത്യേകതയുള്ളതുമായ പ്രവർത്തന പദ്ധതി തയ്യാറാക്കും. ഈ ആയുധവുമായി ബന്ധപ്പെട്ട ഓരോ കേസും യുവജന നീതി സേവനങ്ങൾക്ക് കൈമാറും. ആരോഗ്യ, വിദ്യാഭ്യാസ, കമ്മ്യൂണിറ്റി സേവനങ്ങൾ എന്നിവ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രാദേശിക സംഘങ്ങളാണ് ഓരോ കുട്ടിക്കും ആവശ്യമായ ലക്ഷ്യബദ്ധമായ നടപടികൾ നിർദ്ദേശിക്കുക. പഠനം തുടരുവാൻ നിർബന്ധിത മെന്ററിംഗ്, സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്താൻ പരിശീലനം, തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന പരിശീലനങ്ങൾ തുടങ്ങിയവ നിർബന്ധിതമാക്കും. കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന അടിസ്ഥാന കാരണങ്ങൾ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ ചൂഷണം, ബാല്യകാല ട്രോമ തുടങ്ങിയ തിരിച്ചറിഞ്ഞ് പരിഹരിക്കപ്പെടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആക്രമണ ലോകത്തിൽ നിന്ന് മാറി സുരക്ഷിതമായ ഭാവിയിലേക്ക് നീങ്ങുവാൻ ഇത് കുട്ടികളെ സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. തുടർച്ചയായ മഴയും മങ്ങിയ കാലാവസ്ഥയും അനുഭവപ്പെട്ടതിന് പിന്നാലെ UKയിലെ ചില പ്രദേശങ്ങളിൽ വീണ്ടും ശീതകാലാവസ്ഥ ശക്തമാക്കുന്നു. മഞ്ഞുവീഴ്ചയും ഐസും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ആർട്ടിക് പ്രദേശങ്ങളിൽ നിന്നുള്ള തണുത്ത കാറ്റ് രാജ്യത്തേക്ക് എത്തുന്നതിനാൽ സാധാരണ നിലയിലേക്കാൾ 6 ഡിഗ്രി വരെ താപനില കുറയുവാനും സാധ്യതയുണ്ട്. സ്കോട്ട്ലാൻഡും നോർത്തേൺ ഇംഗ്ലണ്ടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച വൈകിട്ട് 4 മണി മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ യെല്ലോ വാർണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഉയർന്ന പ്രദേശങ്ങളിൽ മഴ മഞ്ഞായി പെയ്യുകയും തുടർന്ന് വ്യാഴാഴ്ച രാത്രി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മഞ്ഞ് വ്യാപിക്കുകയും ചെയ്യും. 200 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ മഞ്ഞ് അടിഞ്ഞുകൂടുവാൻ സാധ്യതയുണ്ടെന്നും ചിലയിടങ്ങളിൽ 10 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകാമെന്നും പ്രവചനമുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെയോടെ മഴയും മഞ്ഞും തെക്കൻ ഭാഗങ്ങളിലേക്ക് നീങ്ങും. താപനില സാധാരണയേക്കാൾ 3 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുവാനും സാധ്യതയുണ്ട്. തണുപ്പ് ശക്തമാകുന്ന സാഹചര്യത്തിൽ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയും നോർത്തേൺ ഇംഗ്ലണ്ടും മിഡ്ലാൻഡ്സും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച 6 മുതൽ തിങ്കളാഴ്ച രാവിലെ 8 മണി വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ചയോടെ UKയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ താപനില സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നും അധികൃതർ അറിയിച്ചു. 2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിന് തോൽവി. 30 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 19 ഓവറിൽ 166 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇംഗ്ലീഷ് നേരിൽ സാം കെറൻ 43 റൺസുമായും ജേക്കബ് ബദേൽ 33 റൺസുമായും പൊരുതിരുന്നെങ്കിലും വിജയത്തിലെത്തിക്കാനായില്ല. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി രാകേഷ് മോദി 3 വിക്കറ്റ് നേടി. ആദ്യ മത്സരങ്ങളിൽ സ്കോട്ട്ലാൻഡിനെ വിൻഡീസും നേപ്പാളിനെ ഇംഗ്ലണ്ടും തോൽപ്പിച്ചിരുന്നു. ലോകകപ്പിൽ ഇന്ന് 2ാം വിജയം തേടി ഇന്ത്യ നമീബിയയെ നേരിട്ടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ USAയെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. UKയിലെ മാഞ്ചസ്റ്ററിൽ മലയാളി നഴ്സിനെ ഡ്യൂട്ടിക്കിടെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ വിധി പ്രഖ്യാപിച്ചു. റൌമോൺ ഹക്കിനെ എന്ന പ്രതിയാണ് 28 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് മാഞ്ചസ്റ്ററിലെ മിൻഷൂൾ സ്ട്രീറ്റ് ക്രൌൺ കോടതി ശിക്ഷിച്ചത്.
റോയൽ ഓൾഡ്ഹാം ഹോസ്പിറ്റലിലെ നഴ്സ് അച്ചാമ്മ ചെറിയാനെയാണ് ഇയാൾ ആക്രമിച്ചത്. നഴ്സിനെതിരെ നടന്നത് ക്രൂരവും ആസൂത്രിതവുമായ കൊലപാതകമാണെന്ന് നിരീക്ഷിച്ച കോടതി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. മോഹൻജി ഫൌണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്ന് 13ാമത് ലണ്ടൻ ശിവരാത്രി നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു. 28 വൈകിട്ട് 3:30 മുതൽ തൊണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തൊണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ശിവരാത്രി നൃത്തോത്സവ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. മന്ത്ര അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ സ്ഥാപക ആശ ഉണ്ണിത്തൻ ശിവരാത്രി നൃത്തോത്സവത്തിന് നേതൃത്വം നൽകും. നൃത്തോത്സവത്തിന് ശേഷം ദീപാരാധനയോടെ ലണ്ടൻ ശിവരാത്രി നൃത്തോത്സവത്തിന് പരിസമാപ്തി കുറിക്കും. പുതിയയാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ പരിപാടിയുടെ വേദിയിലുണ്ടായ തർക്കത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുറ്റ്യാടിയിൽ ജാഥയ്ക്കിടെയുണ്ടായ നിസാര കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുകയാണെന്നും ജാഥ കണ്ട് അസൂയ പൂണ്ടവരാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സമയം വൈകിയതിനാൽ ഷാഫി പറമ്പിൽ എംപിയാണ് തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ പറഞ്ഞത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുവെന്ന് ചില മാധ്യമങ്ങൾ കള്ളം പറയുന്നു. അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. സമയം വൈകിയതിനാൽ പ്രസംഗിക്കുന്നില്ലെന്ന് ഷാഫി പറയുകയാണ് ചെയ്തതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. യാത്രാ സൌകര്യമില്ലാത്തതിനാൽ യാത്രക്കാർ വലയുന്നുണ്ട്. മിക്ക ജില്ലകളിലും കെഎസ്ആർടിസി സർവീസ് നടത്തുന്നില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലടക്കം എത്തിയവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. പോലീസും സന്നദ്ധ സംഘടനകളും പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജോലിക്കെത്തിയ കെഎസ്ആർടിസി ജീവനക്കാരെ തടഞ്ഞു. സംസ്ഥാനത്ത് ട്രെയിൻ സർവീസ് സാധാരണ നിലയിൽ തുടരുന്നു. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഇതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചു. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.